ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു വിശേഷത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കിനി കൃഷ്ണ കഥകളുടെ വർണ്ണചാതുര്യം. പാരമ്പര്യ ചുമർ ചിത്രശൈലിയിൽ ഭാഗവതം ദശമസ്കന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ഇവ ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂരിലെത്തിയാൽ സർവം കൃഷ്ണനിൽ അർപ്പിക്കുകയാണ് ചെയ്യുക. എത്ര കേട്ടാലും മതിവരാത്തതാണ് ഗുരുവായൂരപ്പൻ്റെ കഥകൾ. കൃഷ്ണകഥകൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുറ്റത്ത് ചുമർ ചിത്രമായി ഒരുക്കിയിരിക്കുകയാണിപ്പോൾ. ഒരു കൂട്ടം വിദ്യാർത്ഥികളും അവരുടെ ഗുരുവും ചേർന്ന് കൃഷ്ണകഥകൾ ചുമർ ചിത്രങ്ങളിലൂടെയാണ് ഭക്തരിലേക്ക് എത്തുന്നത്. ചിത്രങ്ങളിലൂടെ എല്ലാ കഥകളും അടുത്തറിയുവാനും അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്തുന്നവർക്കായി ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഈ മനോഹര ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ജാതി മതങ്ങളിലുള്ള വിദേശികൾ തുടങ്ങിയവർക്കൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനാകാതെ വരുമ്പോൾ നമ്മുടെ മ്യൂറൽ ചിത്രങ്ങളും അതൊക്കെ ഈ ചരിത്രവും ഒക്കെ ആലേഖനം ചെയ്ത് നമ്മൾ ഈ മതിലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദശമസ്കന്ധത്തിലെ ഭഗവാൻ മധുരയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കഥകളാണ് ഞങ്ങൾ ഈ വരച്ച് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് അക്രിലിക്കും അതോടൊപ്പം പുരാതനമായ നേരത്തെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള കളറുകളുടെ എല്ലാം കൂടെ ഒരു മിശ്രണമാണ് നമ്മൾ ഇതിലേക്ക് ചിത്രം നിർമ്മിക്കാനായി ഉപയോഗിച്ചത്. ചുറ്റമ്പലത്തിന് പുറത്തെ ചുറ്റുമതിലിൽ ആയതിനാൽ ക്ഷേത്രത്തിനകത്ത് കടക്കാതെ തന്നെ എല്ലാം അടുത്തറിയാം. കൃഷ്ണാവതാരവും കാളിയമർദ്ദനവും രാധാമാധവവും എല്ലാം കുട്ടികളുടെ ചായക്കൂട്ടുകളിൽ ചുമരിൽ വിരിഞ്ഞു. നമുക്ക് നഷ്ടപ്പെട്ട ഒട്ടനേകം പൈതൃകങ്ങളിൽ ദേശീയരെക്കാൾ വിദേശീയർ വിലമതിക്കുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മളെ കഥകളി പോലുള്ള കലാരംഗം, അതുപോലെ ചുമർചിത്രങ്ങൾ പോലെയുള്ള കലാ സൃഷ്ടികൾ, ഇതൊക്കെ കൂടുതൽ വിലമതിച്ചിട്ടുള്ളത് പുറത്തുനിന്ന് വന്നവരാണ്. ചുമർ ചിത്ര പഠന കേന്ദ്രം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഇവ ഒരുക്കിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഗുരുവായൂരിലെത്തുന്നവർക്കെല്ലാം ഗുരുവായൂരപ്പൻ്റെ വിവിധ കഥകൾ ചിത്രങ്ങളായി ഇവിടെ കാണാം. മാതൃഭൂമി ന്യൂസ് തൃശൂർ. MS ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത്. ലിഷോയ്, ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, പുറമേയാണല്ലേ, ആ ചുറ്റുമതിലൂടെയാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ മനോഹരമാകുന്നു. ക്ഷേത്ര പരിസരം വീണ്ടും മനോഹരമാകുന്നു എന്ന് മാത്രമല്ല, ആ ചിത്രങ്ങൾക്ക് പിന്നിലൊക്കെ ഓരോ കഥയും ഉണ്ട്. അവയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുമർ ചിത്രങ്ങൾ എന്നും എല്ലാവർക്കും കാണാനായി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ ഏറ്റവും അധികം ഉണ്ടാവുക പുരാണ കഥകളൊക്കെ തന്നെയാണ്. അതിൽ തന്നെ കൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഗുരുവായൂരിനെ സംബന്ധിച്ച് എല്ലാം എല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ്. ആ ഒരു ക്ഷേത്രമായാലും ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് പുറത്തുള്ള ഇടങ്ങളായാലും ഒക്കെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി അടുത്ത് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിലെ നേരെ പുറത്ത് ഇത്തരത്തിലൊരു ചുമർ ചിത്രം ഉണ്ടാകുന്നത് തന്നെ എല്ലാവർക്കും വലിയ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല അത് അവിടെ ഒരുക്കിയിരിക്കുന്നത് ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലെ, അതായത് ദേവസ്വത്തിന് കീഴിൽ തന്നെയുള്ള പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാമായി അവരുടെ ഒരു അർപ്പണമായി അവിടെ നടത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അത് വരച്ച് കൃത്യമായി ഒരുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെയേറെ അത് ഇപ്പോൾ ഏകാദശിക്കാണ് അത് എല്ലാവർക്കുമായി തുറന്നു നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ജോലികളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഏകാദശിക്കാണത് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്, ആ ഒരു ഭാഗമൊക്കെ തന്നെ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ എത്തുന്ന എല്ലാവർക്കും അവിടെ ആ ചുമർ ചിത്രങ്ങളും അതുപോലെ തന്നെ അതിലുള്ള ഒന്നും കൂടി മനോഹരമാകും അല്ലേ?
ശരിക്കും ഇനി വരുന്ന ഓരോരുത്തർക്കായാലും അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ആ ചിത്രങ്ങളൊക്കെ കാണാം. അത്രയ്ക്കും മനോഹരമായിരിക്കും. ഒപ്പം ഒരുപാട് കഥകളും അറിയാം. നിങ്ങൾക്കെല്ലാം കാണാനും സന്തോഷിക്കാനും അറിയാനും വേണ്ടിയിട്ട് കൂടിയാണ് ചിത്രങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരി ലിഷോയ്.